ജയദേവ കവിയുടെ ഗീതഗോവിന്ദത്തിൽ ആദ്യത്തെ അഷ്ടപദിയായ ദശാവതാരത്തിൽ അഞ്ചാമത്തെ അവതാരം വാമനാവതാരം. ഛലയസി വിക്രമണേ ഹരേ മുകുന്ദ, ഛലയസി വിക്രമണേ ഹരേ മുകുന്ദ, ബലിമദ്ഭുത വാമന ഹരേ കൃഷ്ണ, ബലിമദ്ഭുത വാമന ഹരേ കൃഷ്ണ, പദനഖനീരജനിത ജന പാവന, പദനഖനീരജനിത ജന പാവന, കേശവാധൃത വാമന രൂപ, ജയ ജഗദീശ ഹരേ ഗോപാല കൃഷ്ണ, ജയ ജഗദീശ ഹരേ. അല്ലയോ വാമനമൂർത്തേ, കാൽനഖത്തിൽ നിന്നൊഴുകുന്ന ജലം കൊണ്ട് ജനങ്ങളെ ശുദ്ധി ചെയ്യുന്നവനെ, അത്ഭുതരൂപിയായ അങ്ങ് ചതി കാണിച്ച് കാലടി വയ്പാൽ മഹാബലിയെ സ്ഥാനഭ്രഷ്ടനാക്കി. വിഷ്ണു ഭഗവാൻ വാമന രൂപത്തിൽ വന്ന് മഹാബലി ചക്രവർത്തിയോട് 3 അടി മണ്ണ് യാചിച്ചു. അതു നൽകാമെന്ന് മഹാബലി ഏൽക്കുകയും ചെയ്തു. തൻ്റെ മാഹാത്മ്യത്താൽ വാമനൻ 2 അടി കൊണ്ട് ലോകം മുഴുവനും അളന്നു. ബാക്കി 1 അടി അളക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ മഹാബലി ശിരസ്സു കാട്ടിക്കൊടുത്തു. ആ ശിരസിൽ കാൽ വെച്ച് വാമനൻ മഹാബലിയെ സുതലത്തിലേക്ക് അയച്ചു. ബ്രഹ്മലോകം പ്രാപിച്ച വാമനൻ്റെ കാലിൽ ബ്രഹ്മാവ് കമണ്ഡലുജലം വീഴ്ത്തി. ആ ജലം ഗംഗയുടെ രൂപത്തിൽ ജനങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു.